ഹലോ എവറി വൺ 2023 ഡിസംബർ UGC നെറ്റ് എക്സാമിൽ സൈക്കോളജിയിലെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സന്ധ്യയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് സന്ധ്യയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ സന്ധ്യ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു ഓവറോൾ നെറ്റ് ജേണി എന്നുള്ളത്? നെറ്റ് ജേണി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ലതൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് മോശമൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എ മിക്സ്ഡ് ജേർണി. ഇനീഷ്യലി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐ വാസ് വെരി മോട്ടിവേറ്റഡ്. ഐ വാസ് ഓൾ റെഡി ടു പ്രിപ്പയർ ഫോർ ദി എക്സാം. അപ്പോൾ ഒരു ഓഗസ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ മന്ത്സിൽ ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഈസി. കംപ്ലീറ്റ്ലി മോട്ടിവേറ്റഡ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ ഗ്രാജുവലി നമ്മളിങ്ങനെ പോകുന്തോറും മുന്നോട്ടേക്ക് പോകുന്തോറും ഡെഫിനറ്റ്ലി ദെയർ വർ ചാലഞ്ചസ്. ഒരുപാട് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, പിന്നെ ചില ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിലും. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ മിക്സ്ഡ് ഫീലിംഗ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് വെരി ഈസി അറ്റ് ഓൾ, പക്ഷെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സോ സന്ധ്യയുടെ ഒരു മെയിൻ മോട്ടിവേഷൻ എന്തായിരുന്നു? യു ടോൾഡ് മീ ദാറ്റ് യു ആർ റിയലി മോട്ടിവേറ്റഡ് എന്നുള്ളത്. സോ വാട്ട് വർ യുവർ ആസ്പിറേഷൻസ് ടു? സോ ഇനീഷ്യലി ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നെറ്റ് എന്നുള്ളൊരു എയിം വെച്ചിട്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് റീലൊക്കേറ്റഡ് ടു കേരള. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ആൻഡ് ഐ ഹാഡ് സം ടൈം ഇൻ മൈ ഹാൻഡ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് യൂസ് ഇറ്റ് പ്രൊഡക്റ്റീവ്ലി. ഞാൻ സൈക്കോളജി ശരിക്കും ആഗ്രഹിച്ചെടുത്തൊരു സബ്ജക്റ്റാണ്. ഐ റിയലി ലവ് മൈ സബ്ജക്ട്. സോ ഇടയിൽ കഴിഞ്ഞ 4 years ജോബിൽ എവിടേക്കോ സൈക്കോളജിയുടെ കോൺസെപ്റ്റ്സ് മിസ്സായി പോയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഐ തോട്ട് വൈ നോട്ട് റീവിസിറ്റ് സൈക്കോളജി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ തോട്ട് എന്തായാലും നമ്മൾ സൈക്കോളജി റീവിസിറ്റ് ചെയ്യാൻ പോവാണ്, സോ വൈ നോട്ട് പ്രിപ്പയർ ഫോർ നെറ്റ് എക്സാം. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്താണ്, ഓക്കെ നമുക്ക് നെറ്റ് എക്സാം കൊടുത്ത് നോക്കാം, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത്. സോ മൈ ഫസ്റ്റ് ഇൻറ്റൻഷൻ വാസ് എന്തായാലും നമ്മൾ ഒരു അറ്റംപ്റ്റേ കൊടുക്കുള്ളൂ, വിൽ 1 attempt. ആ 1 attemptൽ ഐ ഗിവ് മൈ 100%. തീരെ ഉഴപ്പാതെ ഒരു ഇതും കാണിക്കാതെ ഐ ഗിവ് മൈ 100% ടു ഇറ്റ്. ക്വാളിഫൈ ആയാൽ വെരി വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ വെച്ച് നിർത്തും എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദാറ്റ് ഹെൽപ്പ് മീ ആക്ച്വലി. ആ ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ട് ഡിസംബർ എക്സാം കഴിഞ്ഞാൽ ജൂൺ ഉണ്ടല്ലോ, ജനകീയ ജൂൺ ഉണ്ടെങ്കിൽ ജൂൺ കഴിഞ്ഞാൽ ഡിസംബർ ഉണ്ടല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ച് പോകാത്തത് കൊണ്ട് ഐ ഗേവ് മൈ എവറിഥിങ് ഫോർ ദിസ് എക്സാം. എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അതുകൊണ്ട് ഈ എക്സാമിൽ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് സംവേ ദാറ്റ് ഹെൽപ്പ്. ആ ഒരു ഇൻറ്റൻഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. യെസ് എക്സാക്ട്ലി. നമ്മൾ പലപ്പോഴും ലെറ്റ് ദിസ് സെമസ്റ്റർ ഗോ, ഐ വിൽ സ്റ്റഡി സീരിയസ്ലി ഫ്രം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പീലിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ ആദ്യം കുറച്ച് കുഴപ്പം പിന്നെ അടുത്തുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ നെറ്റ് എക്സാമിന്റെ കാര്യത്തിലും ഒരു പരിധി വരെ ചില ആളുകൾക്ക് അങ്ങനെ തോന്നാറുണ്ട്, എന്തായാലും ഇത് അടുത്ത 1 വർഷം 2 തവണ ഉണ്ട്, പിന്നെ അടുത്ത വർഷം ഉണ്ട്, നിന്ന് പോകുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റിനേക്കാളും നല്ലത് ഐ തിങ്ക് ഇങ്ങനെ ഓരോ പ്രിസൈസ് ആയിട്ട് നമ്മളൊരു സംഭവത്തിലേക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻഡ് ആയിട്ട് ഇറങ്ങിയാവുന്നതാണ്. സോ ഐ ഷുഡ് റിയലി അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ്. ഓക്കെ, കാരണം having to go through it again and again and again, I thought ഒരു അറ്റംപ്റ്റിൽ let's give our 100%. എന്നിട്ട് ക്വാളിഫൈ ആയാൽ വെൽ ആൻഡ് ഗുഡ്, അതർവൈസ് ഓക്കെ. ഓൾസോ ഐ തിങ്ക് ഞാൻ അത്ര ഡെസ്പറേറ്റ് ആവാത്തത് കൊണ്ട് കൂടിയാണ് എനിക്ക് കുറച്ചും കൂടി കാമായിട്ടിരുന്ന് ത്രൂ ഔട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു അക്കാഡമിഷ്യൻ ആവണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അതുകൊണ്ട് നെറ്റിന് ഞാൻ അത്ര പ്രയോറിറ്റിയും കൊടുത്തിരുന്നില്ല. ബട്ട് ആസ് ഇറ്റ് ടേൺഡ് ഔട്ട് എൻ്റെ ഫസ്റ്റ് ജോബ് ഒരു അക്കാഡമിഷ്യൻ ആയിട്ടായിരുന്നു. സോ ദാറ്റ്സ് ദി ഐറണി. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് അങ്ങനെ ഞാൻ ഒരു 4 years അങ്ങനെ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണ്, ആൻഡ് യു ഹാവ് ടു ക്രാക്ക് ഇറ്റ് ഇഫ് യു വാണ്ട് ടു ഗോ ഫർദർ ഇൻ യുവർ കരിയർ. അപ്പോൾ അതിൽ നിന്നും കൂടിയാണ് ഐ ഗോട്ട് മോട്ടിവേറ്റഡ്. ഐ തോട്ട് വൈ നോട്ട് ലെറ്റ്സ് ട്രൈ. Definitely you did it. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ റീസെൻ്റ് ആയിട്ട് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആക്ച്വലി നെറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, അതായത് ടീച്ചേഴ്സിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ അതിൽ അവർ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ആക്ച്വലി ടീച്ചേഴ്സിൻ്റെ അബിലിറ്റിയാണ്. പക്ഷേ ഇത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു മെമ്മറി ടെസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ലൈക്ക് അപ്പോൾ എന്താണ് ആ ഒരു പാറ്റേൺ ചേഞ്ചിൽ? സോ ബേസിക്കലി നെറ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് നമുക്കറിയാൻ വെച്ചാൽ നാഷണൽ എൻട്രൻസ് എക്സാം, അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. ബട്ട് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നപ്പോൾ സാർ പറഞ്ഞ പോലെ it felt like it was not doing justice to the amount of hard work that we have put in. ചില ക്വസ്റ്റ്യൻസ് absolutely memory based ആയിരുന്നു, ചില ക്വസ്റ്റ്യൻസ് didn't even make sense actually. പിന്നെ ഒരുപാട് കറക്ഷൻസും ഇപ്രാവശ്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് എക്സാം ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ somewhere it feels like it hasn't done justice to the amount of hard work that we have put in. കാരണം ഞാനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 months ഞാൻ പറഞ്ഞില്ല, ഐ വാണ്ടഡ് ടു ക്രാക്ക് ഇറ്റ് ദിസ് ടൈം ഇറ്റ് സെൽഫ്. അതുകൊണ്ട് 4 months ഐ ഹാവ് ഗിവൻ മൈ 100% ടു ഇറ്റ്.
അങ്ങനത്തെ ഒരു അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് when I went for the exam, the questions were a little disappointing. അതായിരുന്നു. അതെ, അതൊരു മോഡറേറ്റ് എക്സാം ആണ്, ബട്ട് ഭയങ്കര ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻ ട്രിക്കി ആയിട്ട് അവർക്ക് ചോദിക്കാം. പക്ഷെ ഒരു മെമ്മറി ടെസ്റ്റ് പോലെ ചിലതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഫ്രോയിഡിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് ചോദ്യം എന്നുള്ളത്, അതൊക്കെ എന്തിനാ അവിടെ ചോദിച്ചു എന്നുള്ളത് അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഈവൻ ഫ്രോയിഡിന്റെ കൊച്ചുമക്കൾക്ക് വരെ ഫ്രോയിഡിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് ഓർമ്മ ഉണ്ടാവുന്നുള്ളത്. സോ ആക്ച്വലി നമ്മുടെ ടീച്ചിങ് എബിലിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ. Anyway, they should improve. Yes, absolutely. It is going to be net again. പിന്നെ എങ്ങനെയായിരുന്നു നമ്മളൊരു റൂട്ടീൻ പറയുന്നത്? എന്നോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് 6+ hours ഒരു ദിവസം സാന്ധ്യ പ്രിപ്പറേഷന് വേണ്ടി ഇരുന്നിരുന്നു എന്നുള്ളത്. സോ അതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റൂട്ടീൻ എങ്ങനെയായിരുന്നു? സോ ഞാൻ വൺ തിങ് ഇസ് ഞാൻ വെരി വെൽ ഇൻ അഡ്വാൻസ്ഡ് പഠിക്കാൻ തുടങ്ങി. ഞാൻ നെറ്റ് ക്ലിയർ ചെയ്യണമെന്ന ഇൻറ്റൻഷൻ വെച്ചപ്പോൾ തന്നെ ദ ഫസ്റ്റ് തിങ് ഐ ഡിസൈഡഡ് വാസ് ലെറ്റ്സ് നോട്ട് ഡിലേ ഇറ്റ്. എത്ര പെട്ടെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഐ വാസ് ആക്ച്വലി വെയിറ്റിംഗ്. ഞാൻ ഒരുപാട് നോക്കിയിരുന്നു കോച്ചിങ് ക്ലാസ്സസ് ആൻഡ് എവറിഥിങ്. ഞാൻ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് ജോയിൻ ഫോർ എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ബിക്കോസ് പോർഷൻ വളരെ വാസ്റ്റ് ആണ്. ഈ വാസ്റ്റ് പോർഷനിൽ നിന്നും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് പിന്നെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ടീഡിയസ് ആൻഡ് ലോങ് പ്രോസസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും പഠിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ടു ജോയിൻ ഐഫർ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയപ്പോൾ ടെസ്റ്റിമോണിയൽസ് ഒക്കെ കണ്ട് ഐ തോട്ട് ഐ വെയിറ്റ് ഫോർ ഐഫേഴ്സ് അഡ്മിഷൻസ് ടു ബിഗിൻ ആൻഡ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഐ ജോയിൻ ആൻഡ് സ്റ്റാർട്ട് മൈ പ്രിപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ഡിസംബറിലായിരുന്നു എക്സാം. ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഇൻ ഓഗസ്റ്റ് ഇറ്റ്സെൽഫ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ ഐ സ്റ്റാർട്ടഡ്. ദെയർ വാസ് നോട്ട് വൺ ഡേ ഐ ഹാവ് നോട്ട് വോക്കൺ അപ്പ് ഇൻ ദ മോർണിംഗ്. എൻ്റെ റൂട്ടീൻ ശരിക്കും വളരെ ടീഡിയസ് ആയിരുന്നു. ഞാനിത് ആർക്കും ഐ ഡോണ്ട് സജസ്റ്റ് ഇറ്റ് ബിക്കോസ് ടുവേർഡ്സ് ദി എൻഡ് ശരിക്കും ബേൺ ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു വിത്ത് സോ മച്ച് പ്രിപ്പറേഷൻ. ബിക്കോസ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഐ ഹാവ് 9 hours ഓഫ് വർക്കിംഗ്. ആൻഡ് എൻ്റെ ജോലിയിൽ കുറച്ചും കൂടി എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി വരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. സോ ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5 o'clock in the morning, no matter what. From the very first day തൊട്ട് ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5 in the morning. ഒരു ബ്ലിങ്കേഴ്സ് ഇട്ട പോലെയായിരുന്നു. വേറെ ഒന്നിനും നോക്കാതെ ജസ്റ്റ് പഠിക്കുക. എങ്ങനെയാണോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്യുക. സോ ഐ ഹാഡ് എ ടൈം ടേബിൾ റിട്ടൺ ഫോർ മൈസെൽഫ്. ഞാൻ ആ ടൈം ടേബിൾ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം. പേപ്പർ 1 ഏത് ടൈമിലാണ് പഠിക്കേണ്ടത്, പേപ്പർ 2 ഏത് ടൈമിലാണ് പഠിക്കേണ്ടത്. ഞാൻ ബൈഫർക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. സോ ഐ അലോക്കേറ്റഡ് മോർണിംഗ് ഫോർ പേപ്പർ 2. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. എനിക്ക് രാവിലെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. സോ ഐ യൂസ് ടു സ്റ്റഡി പേപ്പർ 2 in the morning and towards the evening I used to take my paper 1. സോ അതേപോലെ ഞാൻ ഫോക്കസ് ചെയ്തൊരു കാര്യമാണ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് പേപ്പർ 1 and പേപ്പർ 2. ആൻഡ് ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് മൈ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഇനീഷ്യലി. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ റിസർച്ച് ആണ്, റിസർച്ച് മെത്തഡ്. ആൻഡ് അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് ടുവേർഡ്സ് ദി ഞാൻ പറഞ്ഞ പോലെ ചില പേഴ്സണൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിളി അതിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റി. ബിക്കോസ് മൈ ഈസി ടോപ്പിക്സ് ആർ പെൻഡിങ് ഫോർ ലേറ്റർ ഓൺ. അതുകൊണ്ട് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ എനിക്ക് പറ്റി. സോ ഇനീഷ്യലി ഐ ടുക്ക് അപ്പ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഐ തോട്ട് വൺസ് ഒറ്റയടിക്ക് ഇരുന്ന് നമുക്കിത് കംപ്ലീറ്റ്ലി പഠിച്ച് തീർക്കാം എന്നുള്ളതുകൊണ്ട് ഐ ടുക്ക് 1 month. ഐ ടുക്ക് എ ഗുഡ് 1 month ടു കംപ്ലീറ്റ്ലി സ്റ്റഡി റിസർച്ച് മെത്തഡോളജി. കാരണം റിസർച്ച് മെത്തഡോളജി പോലൊരു സബ്ജക്ട് വൺസ് യു സ്റ്റഡി പിന്നീട് നമുക്കതിനെ തിരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഐ ഡിഡ് ലോജിക്കൽ റീസണിങ്, ഐ ഡിഡ് മാത്തമാറ്റിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇതൊക്കെയാണ് ഞാൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ ഗിവ് ഇനഫ് ടൈം ഫോർ ഇറ്റ്. ബിക്കോസ് എൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു സാധനം പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഐ കനോട്ട് ബൈ ഹാർട്ട് ഇറ്റ്. അപ്പോൾ ഐ ഗേവ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. എനിക്ക് മനസ്സിലാവുന്നത് വരെ ഞാൻ അതിന് ടൈം കൊടുത്തിരുന്ന് പഠിച്ചതുകൊണ്ട് that helped me, I think. അതുകൊണ്ട് തന്നെ എക്സാം വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഈസി റിസർച്ച് മെത്തഡോളജി ആയിരുന്നു. ഇറ്റ് വാസ് വെരി സിമ്പിൾ ഫോർ മീ. എനിക്ക് മിനിറ്റ്സ് ആക്ച്വലി സെക്കൻഡ്സിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി അതുകൊണ്ട്. സോ ദാറ്റ് ഹെൽപ്പ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് സൈക്കോളജിയും റിസർച്ച് ഉണ്ട്. പേപ്പർ 1 റിസർച്ച് കുറച്ച്. അപ്പോൾ നോക്കുന്ന സമയത്ത് സൈക്കോളജിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് റിസർച്ച് മെത്തഡോളജി എന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ആയിട്ട് പറയാറുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. ഇതുവരെ ഉള്ള ഒരു പാറ്റേണിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ മാത്രം. അറൗണ്ട് 15ഓളം ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. 10 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബയോളജിക്കൽ ബേസിസ് കുറച്ചൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ചില ആളുകൾ പറയാറുള്ളൂ. അപ്പം പേപ്പർ 1 കാര്യം നോക്കുന്ന സമയത്ത് ഏതൊക്കെയായിരുന്നു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള? പേപ്പർ 1 എനിക്ക് ജനറലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. മാത്സ് എനിക്ക് വളരെ വീക്കാണ്. Since school I've been weak in maths. But data and maths was very difficult. Environmental difficult alla, പക്ഷെ എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് environmental. So I struggled a lot with environmental also. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. താങ്ക്സ് ടു അനീസ് സർ. എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് അതാണ്. ജനറലി പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഫൗണ്ട് ലോജിക്കൽ റീസണിങ് വെരി സിമ്പിൾ. മേ ബി ഐ ഗേവ് ഇറ്റ് ഇനഫ് ടൈം. ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ഐ സ്പെൻഡ് എൻറ്റയർലി ഓൺ റീസണിങ് ഓൾ ദാറ്റ്. സോ അതുകൊണ്ട് മേ ബി ഇറ്റ് വാസ് ഈസി ഫോർ മീ. ICT വാസ് എ ലിറ്റിൽ ഡ്രൈ ഫോർ മീ. അങ്ങനെ പേപ്പർ 1 കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ പൊതുവേ ഒരു 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ 1 ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 75% ഓഫ് ആളുകളും പറയാം ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ലോജിക്കൽ റീസണിങ് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്തു. വളരെ നൈസ്. എനിവേ അപ്രീഷിയേറ്റ് ദാറ്റ്. ആക്ച്വലി താങ്ക്സ് ടു അനീസ് സർ ഫോർ ദാറ്റ്. റെക്കോർഡഡ് വീഡിയോസ് അടിപൊളിയായിരുന്നു ലോജിക്കൽ റീസണിങ്ങിൻ്റെ. ആൻഡ് അനീസ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു തന്ന പല ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ എനിക്ക് ലോജിക്കൽ റീസണിങ്ങിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് വിത്ത് ലോജിക്കൽ റീസണിങ്. മാത്സ് ആൻഡ് ഡേറ്റ ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ആസ് ഇറ്റ് ടേൺഡ് ഔട്ട് എക്സാമിനും ഡേറ്റ ബുദ്ധിമുട്ടായിരുന്നു. എക്സാമിന് ബോട്ട് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വെക്കുന്ന അത് ആക്ച്വലി മുമ്പ് എപ്പോഴും ഒരിക്കലും വന്നൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ ആണെന്നാണ് മനസ്സിലായത്. പാറ്റേൺ ഡിഫറൻസ് കാര്യമായിട്ടില്ല. അതാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഐ ഫെൽറ്റ് ദ സെയിം. സോ സന്ധ്യയുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് സമയമുള്ള സമയത്ത്, അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ചധികം സമയം ഉണ്ടാവും, കുറച്ചധികം മോട്ടിവേഷൻ ഉണ്ടാവും തുടക്കത്തിൽ. അപ്പോൾ ആ സമയത്ത് ടഫായിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളത് ഒരു നൈസ് സ്ട്രാറ്റജി ആയിട്ടാണ് സന്ധ്യക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി. ഡെഫിനറ്റ്ലി അതൊരു പൊതുവെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ആദ്യം തുടങ്ങുമ്പോൾ ബോറടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട് ടഫായിട്ടുള്ള ടോപ്പിക്സ് ചിലപ്പോൾ മാറ്റി വെക്കും, എന്നിട്ട് ലാസ്റ്റിലേക്ക് വെക്കും. അപ്പോൾ ലാസ്റ്റിലേക്കാണെങ്കിൽ ഇത് പഠിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. ഓക്കെ. സോ പിന്നെ പേപ്പർ 1 പേപ്പർ 2 ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ ടൈമിൽ എത്ര സമയം നമ്മൾ പേപ്പർ 1 പേപ്പർ 2 കൊടുക്കുക എന്നുള്ളത് നമ്മൾ 30% I used to give for paper 1. പിന്നെ നെക്സ്റ്റ് 30% I used to start PYQs. PYQs ആക്ച്വലി കുറച്ചും കൂടി ഡിലേ ആയി എൻ്റെ പ്രിപ്പറേഷനിൽ. ബട്ട് കുറച്ചും കൂടി ടുവേർഡ്സ് ദി എൻഡ് I started taking up seriously. നൈസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ഫേസുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു. വാട്ട് എവർ ദാറ്റ് ഈസ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ മോട്ടിവേഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബേസിക്കലി എൻ്റെ ഒരേ ഒരു ഗോളായിരുന്നു, വട്ട് എവർ ഹാപ്പൻസ് യു ഹാവ് ടു സ്റ്റേ കൺസിസ്റ്റന്റ് ത്രൂ ദിസ്. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇന്റൻഷൻ നമുക്ക് ഒരൊറ്റ അറ്റംപ്റ്റേ ഉള്ളൂ. ദിസ് ഓർ നെവർ എന്നുള്ളൊരു ഇന്റൻഷനിൽ ഞാൻ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐ യൂസ് ടു ടെൽ മൈ സെൽഫ് വി ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദിസ്. നമുക്ക് പറ്റുന്നത്ര പഠിക്കുക. ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വരും, യു കനോട്ട് അവോയ്ഡ് ദാറ്റ്. അതുകൊണ്ടും കൂടിയാണ് ഐ സജസ്റ്റ് എനിബഡി ഹു ഇസ് റൈറ്റിംഗ് നെറ്റ്, ഐ വുഡ് സജസ്റ്റ് പ്രിപ്പയർ വെൽ ഇൻ അഡ്വാൻസ്. കാരണം മുന്നോട്ടേക്ക് പോകുന്നതോറും വി കനോട്ട് ഡിസൈഡ് വാട്ട് ചാലഞ്ചസ് വിൽ കം അവർ വേ. അതുകൊണ്ട് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ചാലഞ്ചസിലൂടെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റാം. ലൈക്ക് ഐ സെഡ്, ഞാൻ ഇനീഷ്യലി റിസർച്ച് മെത്തഡോളജീസും ടഫ് ടോപ്പിക്സും സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടും വളരെ അഡ്വാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടും നവംബറിൽ ദർ വർ ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ ഇൻ മൈ പേഴ്സണൽ ലൈഫ്. അപ്പോൾ ആ സമയത്ത് ഒരു 10 hours ഇരുന്ന് പഠിക്കുക എന്നുള്ളതും എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. But I used to try that at least 6 to 7 hours minimum മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഒരു എയിം വെച്ചിട്ടാണ് പോയിരുന്നത്. So if I cannot study in the daytime, I would wake up at 4:30 in the morning. അപ്പോൾ രാവിലെ ടൈം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചില ദിവസം 3:30 എണീക്കും, ചില ദിവസം 4 മണിക്ക് എണീക്കും. Our aim was only to finish the portion. എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്ത് ഈ അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യണം. ആ ഇന്റൻഷൻ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. That was very helpful. അതായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ. പ്രാവശ്യം തന്നെ അത് എടുക്കണം എന്നുള്ളത്, കിട്ടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എന്നൊക്കെ പറയാം. പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്താവുമ്പോഴും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായാലും സമയം ഉണ്ടാവാറില്ല. പക്ഷേ
സമയം ഉണ്ടാവുകയല്ല, സമയം കുറേയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, ഉണ്ടാക്കുകയാണെന്നുള്ളത്. സന്ധ്യ പറഞ്ഞു ചില സമയത്ത് 4:30 എഴുന്നേൽക്കേണ്ടായിരുന്നു. സമയം ലൈക്ക് ഭയങ്കരമായിട്ട് ഷെഡ്യൂളൊക്കെ ടൈറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ തന്നെ കുറച്ച് സാക്രിഫൈസ് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ബേസ് എന്നുള്ളത്. ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ചിലപ്പം ചില വിവാഹങ്ങളൊക്കെ മിസ്സാവും, ചില പരിപാടികളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. Sometimes it happens, okay, because we are going to something that is really important in our own lives. So that's the thing. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള അപ്പുറത്തോളം നമ്മളെ ലൈഫിലെ കംപ്ലീറ്റ് മെത്തേഡുകളെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒക്കെ ഇമ്പാക്ട് ചെയ്യുന്നൊരു ക്വാളിഫിക്കേഷനാണ് നെറ്റ് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. കാരണം നെറ്റ് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഞാനും ശേഷമുള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. Also, one more thing was, ഞാൻ പറഞ്ഞല്ലോ, the process was very tedious. Maybe I pushed myself a little too much, എനിക്ക് അറിഞ്ഞൂടാ. But towards the end, it was very tedious. ഞാൻ burn out ആയിരുന്നു ഏകദേശം with work and everything. So another thing that motivated me was I used to ask myself, do you want to go through this again? Okay. If you want to go through this again, you can take rest. Yes. But otherwise, you have to crack it this time. Okay. So that helped me a lot. Crack it this time. Yes, That's the crack it this time. അത്രേ ഉള്ളൂ. There is no other time. There is no other term also. So okay, പറഞ്ഞിരുന്നു അതായത് ബേൺ ഔട്ട് ആവാറുണ്ട്. അപ്പോൾ ഈ ആങ്സൈറ്റി ഒക്കെ മാനേജ് ചെയ്തതിന്റെ മെയിൻ റീസൺ ക്രാക്കിംഗ് ദിസ് ടൈം തന്നെയാണ്. പിന്നെ അനീസറിന്റെ പോഡ്കാസ്റ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് അനീസറിന്റെ പോഡ്കാസ്റ്റ് വരിക. ഇറ്റ് വാസ് ആസ് എഫ് ഹി ന്യൂ എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. അങ്ങനെയായിരുന്നു അത്. പിന്നെ ഫാമിലി സപ്പോർട്ട് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഇൻലോസ് ആയാലും ഹസ്ബൻഡ് ആയാലും ദേ വർ വെരി സപ്പോർട്ടീവ്. എനിക്കറിയാം ദർ ആർ വിമൻ ഹൂ എക്സാം ടൈം ആകുമ്പോഴേക്കും ദേ ഹാവ് ടു റഷ് ടു ദെയർ മദേഴ്സ് പ്ലേസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് താങ്ക്ഫുള്ളി മൈ ഫാമിലി ഹാസ് ഗിവൻ മീ ഓൾ ദി അറ്റ്മോസ്ഫിയർ ടു സിറ്റ് ആൻഡ് സ്റ്റഡി. അത് മാത്രം ഒരു ഗോളായി വെച്ച് പോകേണ്ട എല്ലാ അറ്റ്മോസ്ഫിയറും എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. മൈ ഹസ്ബൻഡ് വാസ് ദെയർ വിത്ത് മീ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വാസ് ഓൾസോ വെരി വെരി ഹെൽപ്ഫുൾ. ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് I usually talk to him. So he has been very helpful as well. Support is very important. ഇത് പഠിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും മാനേജ് ആയി പോയിക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ഫാമിലിയാണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫാമിലി സപ്പോർട്ട് എന്നത് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിംഗ് ആണ്, അല്ലെങ്കിൽ അത് വെരി മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരു തിങ് അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഐ കനോട്ട് stop thanking my family and my in-laws for that. എൻ്റെ ഫാമിലി ആയാലും ദേ സെറ്റിൽഡ് ഇൻ മുംബൈ. ഞാൻ അവരായിട്ട് ഫോണിലാണ് സംസാരിക്കാറുള്ളത്. എപ്പോഴും പോകാൻ വരിക എന്നുള്ളത് പോസിബിൾ ഇല്ലാത്തതുകൊണ്ട് there were days during exams when I used to not call them for weeks. അമ്മ വിളിച്ചാലും അച്ഛൻ വിളിച്ചാലും I used to, എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുമ്പോഴും they have been very supportive. അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് go ahead with your preparation. ഈ തവണ തന്നെ ക്രാക്ക് ചെയ്യണം എന്നാണെങ്കിൽ ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം എന്നുള്ളത് തന്നെ. സോ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് താങ്ക്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ് I had my in-laws, my husband, my family, everybody with me in this entire process. So that made it a little more easier. പിന്നെ ഐഫറിന്റെ മിത്ര, അതായത് ഹാപ്പിനെസ് ഓഫീസ് എന്നൊരു കൺസെപ്റ്റ് ഹെൽപ്ഫുൾ ആയിരുന്നു അങ്ങനെയൊക്കെ? ഡെഫിനറ്റ്ലി അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചില ഫീച്ചേഴ്സാണ് ഒന്ന് മിത്ര, ഒന്ന് അനീസ് സാറിൻ്റെ പോഡ്കാസ്റ്റ്. ഐ യൂസ് ടു വെയിറ്റ് ഫോർ ദോസ് പോഡ്കാസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ എവറി ഡേ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അനീസ് സാറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് വരും. ആൻഡ് ഇറ്റ് വാസ് ആസ് ഇഫ് ഹി ന്യൂ എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. അങ്ങനത്തെ പോഡ്കാസ്റ്റ് ആയിരിക്കും. മിത്ര മാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് നവംബറിൽ അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ ഞാൻ പോകുന്ന സമയത്ത് ഐ കോൺടാക്റ്റഡ് മിത്ര മാം. ആൻഡ് മിത്ര മാം ആണ്, ഷീ വാസ് ദ വൺ ഹു മോട്ടിവേറ്റഡ് മീ. നമുക്ക് പറ്റുന്നിടത്തോളം പഠിക്കുക, ഇത്രയും പ്രിപ്പയർ ചെയ്ത സ്ഥിതിക്ക് അതിന് റിസൾട്ട്സ് കിട്ടാതിരിക്കില്ല, ഗോ അഹെഡ് എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ തന്നത് മിത്ര മാം ആണ്. സോ ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. സോ 5 AM JRF ക്ലബിൽ ജോയിൻ ചെയ്തിരുന്നു? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 5 AM ക്ലബിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ബട്ട് എവറി നൗ ആൻഡ് ദെൻ ഐ യൂസ് ടു ജോയിൻ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏർലി മോർണിംഗിലാണ് കുറച്ചും കൂടി പഠിക്കാൻ, എൻ്റെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആ സമയത്താണ്. സോ ആ സമയം ഐ ഫോക്കസ്ഡ് മോർ ഓൺ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഗ്രാസ്പ് ബെറ്റർ. അപ്പോൾ റിവിഷൻ സമയം ആയപ്പോഴേക്കും ഐ യൂസ് ടു ജോയിൻ 5 AM JRF ക്ലബ്. അപ്പോൾ ഈ സർ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഓടിച്ച് വിടുമ്പോൾ ഇറ്റ് വാസ് ഈസിയർ ടു റീകളക്ട്. സോ എവറി നൗ ആൻഡ് ദെൻ ഐ യൂസ് ടു ജോയിൻ. കണ്ടിന്യൂസ്ലി ജോയിൻ ചെയ്തപ്പോൾ പറയാൻ പറ്റില്ല, ബട്ട് എവറി നൗ ആൻഡ് ദെൻ ഐ യൂസ് ടു പാർട്ട്. സോ എന്തായാലും നെറ്റ് എക്സാം ഇനിയും ഒരുപാട് ടേമുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫ്യൂച്ചറായിട്ട് ഇപ്പം ഈ ജൂൺ 2024 ഡിസംബറിലൊക്കെ ആയിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആസ്പിരൻസിനോട് എന്താണ് സന്ധ്യക്ക് പറയാൻ? സോ ഞാനൊരു എക്സ്പേർട്ട് ഒന്നും അല്ല ഇതിൽ, ബട്ട് ഐ ക്യാൻ സജസ്റ്റ് ഫ്യൂ തിങ്സ് ദാറ്റ് ഐ ഡിഡ് ഡ്യൂറിങ് മൈ എക്സാമിനേഷൻ.
ഇഫ് ദാറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ യു ക്യാൻ ടേക്ക് ഇറ്റ്, അതർവൈസ് ഡിസ്കാർഡ് ഇറ്റ്. അത്രേ പറയാൻ പറ്റില്ല. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഓൺ ദിസ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ഫോർ അക്കൗണ്ടബിലിറ്റി, join a coaching class. That really helps because the portion is very vast. എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. സോ സ്ട്രാറ്റജിക്കലി എങ്ങനെ പഠിക്കണം എന്നതിൽ ഐഫർ പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. സോ പ്ലീസ് ജോയിൻ എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ടാവും. ഇന്നത് പഠിക്കണം, ഇത്രയും സമയം കൊണ്ട് ഇതാണ് തീർക്കേണ്ടത്, ഇതാണ് സ്ട്രാറ്റജി എന്നുള്ളത് ഔട്ട്ലൈൻ ചെയ്ത് തരാൻ ഒരു ഓർഗനൈസേഷൻ ഉള്ളത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സെക്കൻഡ്ലി, start well in advance. Don't wait for the exam to near, because നമ്മൾ എത്ര അഡ്വാൻസ് ആയിട്ടിരുന്ന് പഠിക്കുന്നോ ഫ്യൂച്ചറിലുള്ള ചാലഞ്ചസ് ഡീൽ ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പമായിരിക്കും. യു വെൽ പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ ചാലഞ്ചസ്. എനിക്കായാലും ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് 4 months earlier, എനിക്ക് റിവിഷനും ഇനഫ് ടൈം കിട്ടിയിരുന്നു. ഐ കുഡ് സ്പെൻഡ് അറൌണ്ട് 1 month ഫോർ ഓൺലി റിവിഷൻ. സോ ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. കാരണം നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമുക്ക് പഴയത് പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്ന്. അപ്പോൾ അത്യാവശ്യം എലാബറേറ്റ് ആയിട്ട് തന്നെ എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റി പോർഷൻ മുഴുവൻ. സോ സ്റ്റാർട്ട് വെൽ ഇൻ അഡ്വാൻസ്. ഗിവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് പേപ്പർ 1 and paper 2. ആൻഡ് ഇഫ് യു സെറ്റ് ഔട്ട് വിത്ത് എൻ ഇൻറ്റൻഷൻ ടു ക്രാക്ക് ഇറ്റ്, യു ക്യാൻ ക്രാക്ക് ഇറ്റ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നല്ല. Okay. Anyway, we wish Sandhya all the very best. Thank you. Thank you. Thank you.